എൻ്റെ പേര് ജാസ്മിൻ അമാനുള്ള എന്നാണ്. ഞാൻ ഒരുമനയൂർ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. വഴുതന, വെണ്ട, തക്കാളി, പച്ചമുളക്, കാബേജ്, ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ, പിന്നെ അമര, നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ, എനിക്ക് വേണ്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്നുള്ളൊരു ഇതാണ്. കാലത്ത് ഒരു മണിക്കൂറും ഉച്ചരിയുമ്പോൾ 1 മണിക്കൂറും അതിന് സമയം കണ്ടെത്തിയാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുക. നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ ജൈവമായിട്ട് തന്നെയാണ് കൃഷി, അതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, ചാണപ്പൊടി അവ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ചാണം, എല്ലുപൊടി അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ടെറസിൽ കൃഷി ചെയ്യുന്ന പറയുമ്പോൾ എല്ലാവരും ടെറസിക്ക് കേടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അതുപോലെ കൊണ്ട് വെള്ളം അധികം ടെറസുമ്മ തട്ടാണ്ടൊക്കെ ആക്കി നടന്നാൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതിൽ തന്നെ ടെറസിനൊന്നും കേടൊന്നും വരാണ്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കൃഷിഭവന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. കൃഷി ഓഫീസറായാലും അവരെ എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് മഴമറൊക്കെ ആക്കി തന്നത് അവർ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വന്ന് നോക്കലും എല്ലാതും അവർ തന്നെ. എന്തുണ്ടെങ്കിലും നമുക്ക് വിളിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് ചെയ്തു തരും. ഇപ്പോൾ വളം ഉണ്ടാക്കണ ബിന്നായാലും വിത്തുകളായാലും വളങ്ങളായാലും ചെടികളായാലും ഒക്കെ നമുക്ക് തരാറുണ്ട്. നല്ല സപ്പോർട്ടാണ്. ഒരുമനയൂർ കൃഷിഭവനാണ് ഞങ്ങളെ കൃഷിഭവന്. പുതിന, മല്ലിയില, മറ്റേ വേപ്പ്, മുരിങ്ങ അതൊക്കെ എല്ലാം ടെറസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാതും നല്ല ഇതിൽ തന്നെ വളരുന്നുണ്ട്. കുഴപ്പമില്ല, വിഷമില്ലാണ്ടൊക്കെ നമുക്ക് കഴിക്കാം. ജൈവ രീതിയിലാണ് എല്ലാതും ചെയ്യുന്നത്. എല്ലാതും ചാണപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കോഴിക്കാഷ്ടം അതൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീടങ്ങൾക്കൊക്കെ വേപ്പും പിണ്ണാക്ക്, വേപ്പെണ്ണ, പിന്നെ മഞ്ഞൾ പൊടി ഒക്കെ ഇട്ടിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കി ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. കീടശല്യമൊക്കെ ഇത്തിരി കുറവാണ്. അങ്ങനെ ശല്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരാഴ്ച ചെയ്യുന്ന കാരണം അത്ര വലിയ കീടങ്ങളെ ശല്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അത് നമ്മൾ മിക്കതും പശുമൂത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ മാറുന്നുണ്ടത്. പിന്നെ വളങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഈ പ്രാണികൾ വരുന്നൊക്കെ നോക്കുക. അപ്പോൾ ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കീടങ്ങളെ ശല്യമൊന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 മക്കൾ, ഹസ്ബൻഡ് ഇക്ക ദുബായിലാണ്, മോനും ദുബായിലാണ്, ചെറിയ മോന് കോഴിക്കോട് പഠിക്കുകയാണ്. അവരെല്ലാവരും ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടാണ്. എന്ത് കൃഷിയുടെ കാര്യങ്ങൾക്കായാലും നല്ല സപ്പോർട്ടാണ് അവർ. ഇത് പിന്നെ ഞാൻ സ്വീറ്റ് ചോളം കുഴിച്ചിട്ടാണ് ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഇതിപ്പോൾ ചെയ്തിട്ട്. വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് ചെയ്തിട്ട് കിട്ടിയിരുന്നു. പ്രാവശ്യം കുറച്ചധികം ഞാൻ ചെയ്തതാണ്. അതും നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ വരുന്നുണ്ട്. ഇതും വലിയ വല്ലാണ്ട് ഇടങ്ങറുള്ള കൃഷിയൊന്നുമല്ല. എല്ലാ വളങ്ങളും ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാവണ ഒരു ഇതാണ്. കുറച്ച് നാളെ ഇതൊരു 4 മാസം 5 മാസമൊക്കെ ആകുമ്പോഴാവുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് കോഴികളും താറാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് കത്തില്ല. ഇത് 38 കണ്ട് ചെറിയ ഐറ്റങ്ങൾ. മറ്റവരും കൂടിയിട്ട് എല്ലാവരും കൂടി 10, 44, 45 കോഴിയുണ്ട്. അതൊക്കെ നാടൻ തന്നെ, മറ്റേതില്ല. നമ്മൾ വിരിയിപ്പിച്ച തന്നെ. അല്ല, കോഴി മറ്റവരൊക്കെ ഇരിക്കുമല്ലോ, നാടൻ കോഴിയുണ്ട്. അവരൊക്കെ നാടൻ കോഴിയാ. അവരിതിപ്പോൾ ഒരാളത് വെച്ചിട്ടുണ്ട്, ഒരാളവിടെ വിരിഞ്ഞാലുണ്ട്. അങ്ങനെ ഇല്ല, ഇതിനുള്ളിൽ തന്നെ, വേറെ പുറത്തേക്കൊന്നും വിടൂല. ഇവിടെ തന്നെ പുല്ലും ഒക്കെ ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. മേലെയൊക്കെ ചീര വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചു. അസോളല്ല, നമ്മളെ കുളമ്പ് ചീര എന്ന് പറയും. അതല്ല, ആ ചെടിയുടെ കടക്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ദിവസവും വെട്ടി കൊണ്ടിട്ട് കൊടുക്കും. അങ്ങനെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല വിളിച്ചിട്ട്. കൃഷിയുടെ ഭാഗമായിട്ട് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച വനിതാ കർഷകരുടെ അവാർഡും ഹോപ്പ് ഹരിതജീവനം വാർഷിക മീറ്റിൽ അവിടെ ഒരു പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുക്കളത്തോട്ടത്തിനുള്ള അവാർഡും അങ്ങനെ
കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മോനിക്ക് കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ മികച്ച വിദ്യാർത്ഥികളുടെ 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് ജബിൻ. അങ്ങനെ അംഗീകാരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷം. വീട്ടമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഉള്ള നേരം ടി വിയും ഫോണൊന്നും കളിക്കാണ്ട് ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഈ കൃഷിക്ക് വേണ്ടി ചിലവാക്കിയാൽ നമ്മളെ വിഷമില്ലാത്ത ഒരു പച്ചക്കറി നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമുക്കത് കഴിക്കാനും പറ്റും. നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റും. അല്ലാതില്ലെങ്കിലും ഒരുവിധമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.